കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഒരു മരുന്ന് കൊണ്ട് മാത്രം ഈ അവസ്ഥ മാറ്റാൻ സാധിക്കില്ലമ്മ. എന്താ ഡോക്ടർ, ഇപ്പോഴല്ലേ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞത്? എന്നിട്ടിപ്പോ മരുന്നുകൊണ്ട് ഗുണം ചെയ്യില്ല എന്ന് പറയുന്നു. ശരീരത്തിനുള്ള അസ്വസ്ഥതകൾക്ക് മാത്രമേ മരുന്നുള്ളൂ. എന്നാലോ മനസ്സിലുള്ള ദുഃഖങ്ങൾ അകറ്റാൻ ഒരു മരുന്നിനെ കൊണ്ടും കഴിയില്ല. ശകുന്തള മാഡം അവരുടെ മകനെ കുറിച്ച് ഓർത്ത് വല്ലാതെ വിഷമിച്ചിരിക്കുവാണ്. എത്ര വേഗം സാധിക്കുമോ അത്ര വേഗം അവരുടെ മകനെ അവരുടെ അടുക്കള എത്തിക്കുന്നുവോ അത്ര വേഗം അവരെ രക്ഷിക്കാം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അവരുടെ ജീവന് വലിയ ആപത്താണ്. അവർക്ക് അവരുടെ മകനെ ഉടൻ തന്നെ കണ്ടേ മതിയാകൂ. ഇല്ലെങ്കിൽ അവന്റെ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കണം. അതുമല്ലെങ്കിൽ അവന്റെ സാമീപ്യമെങ്കിലും അവർക്കറിയണം. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചേ പറ്റൂ. ഇത് മരുന്നുകൊണ്ട് മാത്രം മാറ്റാൻ പറ്റുന്ന അവസ്ഥയല്ല. എനിക്ക് മാത്രമല്ല, വേറെ ഏത് ഡോക്ടറിനും ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നോക്കൂ ആദിത്യ, ഏതൊക്കെ മെഡിസിൻസാണ് വേണ്ടതെന്ന് ഞാൻ വാട്സപ്പ് ചെയ്യാം. അത് റെഗുലറായിട്ട് കൊടുക്കണം. എന്തെങ്കിലും അത്യാവശ്യം വന്ന് തന്നെ വിളിക്കാൻ മടിക്കണ്ട. ഓക്കെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. മോളെ ശകുന്തള, നിനക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചത്? അർജുൻ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. ഇവിടെ എന്റെ മോള് മയക്കത്തിലും എന്റെ കൊച്ചുമോളുടെ ദുഃഖം ഒരിക്കലും മാറുന്നില്ലല്ലോ. ഈ വീട്ടിലിപ്പോ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നൊന്നും അറിയാൻ വയ്യല്ലോ. മോളെ ശകുന്തള, ശകുന്തള, ശകുന്തള. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കടന്നേ പറ്റൂ. ഇല്ലെങ്കിൽ നാഗദേവത എന്നെ കൊന്നുകളയും. ഇവിടെ നിന്ന് പോകാൻ എന്തോ ഒരു വഴി. എങ്ങനെ ഒന്ന് പുറത്തു പോവാം?
സ്വാമി സ്വാമി, നാഗദേവത എന്നെ കൊല്ലാൻ ശ്രമിക്കുക. എന്നെ രക്ഷിച്ച് ഇവിടുന്ന് പുറത്തു പോകാനുള്ള ഒരു വഴി കാണിച്ചു തരണേ ഭഗവാന്. അവിടെ എന്റെ വീട്ടില് എന്റെ അമ്മയും ഭവാനിയും എന്നെ കാണാനില്ലെന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും. ഞാനിപ്പോ പോയി അവരെ കണ്ടില്ലെങ്കിൽ ചിലപ്പോ എന്റെ അമ്മയുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം. എന്നെ ഒന്ന് സഹായിക്കണേ സ്വാമി, എന്നെ ഒന്ന് സഹായിക്കൂ സ്വാമി. മൃത്യുദോഷത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി ഭവാനി എത്രമാത്രം പൂജ ചെയ്തു. എന്ത് പൂജ ചെയ്താലും എല്ലാരും ആദ്യം തൊഴുന്നത് അങ്ങയല്ലേ സ്വാമി. എന്നോട് ദയ തോന്നി ദേവിയത് അങ്ങനെ സഹായിക്കണം. ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ ഒന്ന് കരകയറ്റി എന്റെ ജീവിതം ഒന്ന് രക്ഷിക്കൂ സ്വാമി. നീ എത്ര താണിക്കേണ് അപേക്ഷിച്ചാലും ശരി, ഇല്ല എത്ര ദൈവങ്ങളെ പൂജ ചെയ്താലും ശരി, ഒരു ദൈവങ്ങൾക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. നിന്നെ ഉറപ്പായി ഞാൻ കൊന്നിരിക്കും. എന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. അമ്മേ നാഗദേവതേ, എന്നെ കൊന്ന് നിന്റെ ഭക്തിയായ ഭവാനിയോട് ദ്രോഹം ചെയ്യാൻ പോവാണോ? അമ്മേ അമ്മേ, ഞങ്ങളെ അനുഗ്രഹിച്ച് താലിയും കൊണ്ടുവന്ന് തന്ന് ഞങ്ങളുടെ കല്യാണം നടത്തി വെച്ചതും അമ്മ തന്നെയല്ലേ? ഭവാനി ദീർഘസുമംഗലി ആയിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചതും അമ്മ തന്നെയല്ലേ? എന്നിട്ടും ഭവാനിയോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല അമ്മേ. ഇത് അനീതിയാണ് അമ്മേ. അമ്മേ എന്നെ ഒന്നും ചെയ്യല്ലേ അമ്മേ, ഞാൻ പറയുന്നത് കേക്ക്. ഇപ്പോ എനിക്ക് ആവശ്യം നിന്റെ ജീവനാണ്. അതിന്റെ മുന്നിൽ എനിക്ക് ന്യായവും ധർമ്മവും ഒന്നുമില്ല. എന്റെ കുടുംബത്തോട് ദ്രോഹം ചെയ്യല്ലേ അമ്മേ. ദേവി തന്നെ വിട്ടേക്ക്. വേണോന്ന് വെച്ചിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ഒന്ന് വിശ്വസിക്കാമേ. ദേവി എന്നൊന്നും ചെയ്യല്ലേ അമ്മേ. എന്റെ അമ്മയ്ക്ക് ഇതൊന്നും അങ്ങനെ താങ്ങാനുള്ള ശക്തിയില്ല അമ്മ. എന്റെ അമ്മയെ പറ്റി ആലോചിക്കുമ്പോ തന്നെ എന്റെ ജീവൻ പോകും പോലെ തോന്നുന്നു. എന്നെ ഒന്നും ചെയ്യില്ല അമ്മേ. എന്റെ അമ്മയെ ഓർത്തിട്ടെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? അമ്മേ നാഗദേവതേ, അമ്മേ എന്റെ അമ്മയ്ക്ക് വേണ്ടെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ട്. അമ്മേ നാഗദേവതേ, ഞാൻ പറയുന്നൊന്ന് കേക്ക് അമ്മേ. എന്റെ അമ്മയെ ഓർത്തെങ്കിലും ഒന്ന് വെറുതെ വിടമ്മ. അമ്മേ നാഗദേവതേ, എന്നെ വെറുതെ വിടൂ. ഞാൻ അമ്മയോട് തൊഴുത് പ്രാർത്ഥിക്കുക. എന്നെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. ഞാനൊന്ന് പൊയ്ക്കോട്ടെ. ദേവി തന്നെ വിടൂ. ഇവൻ കുറച്ചുനാൾ ഇവിടെ തന്നെ ഉണ്ടാകും. എന്റെ കയ്യിൽ നിന്ന് ഇവൻ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഇവന് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവൻ ഇവിടുന്ന് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വേണം ഇവന് കാവലിരിക്കാൻ. ഇവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ നിങ്ങൾ ജീവനോടെ ഉണ്ടാവില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ? ശരി നാഗദേവതേ. അമ്മേ നാഗദേവതേ, എന്നെ വെറുതെ വിട്ടേക്ക്. രക്ഷപ്പെട്ടു പോകാൻ നീ ശ്രമിച്ചാൽ നിന്നെ കൊത്തി ഞങ്ങൾ കൊന്നുകളയും. അമ്മേ ഞാനൊന്ന് പറയട്ടെ.
അർജുനെ എങ്ങനെയെങ്കിലും കൊന്ന് അങ്ങയുടെ ജീവൻ രക്ഷിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ പ്രഭു. അങ്ങയുടെ ജീവൻ തിരികെ ലഭിച്ചതിന് ശേഷം നമ്മൾ പഴയതുപോലെ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കണമെന്ന് ഞാൻ കരുതിയത്. പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെയോ ഞാൻ ആശിച്ചതുപോലെയോ ഒന്നും നടന്നില്ല പ്രഭു. ഇന്നും എനിക്ക് അങ്ങയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പ്രഭു. അങ്ങയെ രക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് എന്നോട് എനിക്ക് തന്നെ വെറുപ്പ് തോന്നുകയാണ് പ്രഭു. എന്റെ കഴിവില്ലായ്മയ്ക്ക് എന്നോട് ക്ഷമിക്കണം പ്രഭു. മോളെ നാഗദേവതേ, നിന്റെ ഭർത്താവിനെ നിനക്ക് രക്ഷിക്കാൻ സാധിക്കാത്തത് നിന്റെ കഴിവുകേട് കൊണ്ടല്ല. വിചാരിച്ചതും ആഗ്രഹിച്ചതും നമുക്ക് നടക്കാതെ പോകുന്നത് എല്ലാം നമ്മുടെ വിധിയായിട്ട് കാണണം. നിന്റെ പ്രഭു ചെയ്ത പുണ്യപ്രവൃത്തിയാലെയാണ് അർജുനെ കൊല്ലുന്നത് വരെയും നിന്റെ പ്രഭു ജീവനോടെ ഇരിക്കും. അതുവരെ ഒന്നും സംഭവിക്കില്ലെന്ന് ദേവി പറഞ്ഞത് കേട്ടതല്ലേ നീ? അതുകൊണ്ട് മോള് വിഷമിക്കാതിരിക്ക. ഇപ്പോ അർജുൻ എന്റെ ബന്ധിയായിരിക്കുന്നിടത്തോളം കാലം അവനെ ഉറപ്പായി ഞാൻ കൊന്നിരിക്കും. ആരെ കൊണ്ടും അവനെ രക്ഷിക്കാൻ കഴിയില്ല. അവനെ കൊന്ന് അങ്ങേ ഞാൻ രക്ഷിക്കും പ്രഭു. അർജുൻ മോനെ, അർജുൻ 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 ഈ വീട്ടിലുള്ള ആരും ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നതേയില്ല. മാണിക്യം എടുത്തുകൊണ്ട് പോയാൽ മാത്രമേ അമ്മയുടെ ആത്മാവ് തിരിച്ചാ ശരീരത്തിൽ പ്രവേശിച്ച് മനുഷ്യനാകൂ. അപ്പോൾ ആ മണിയുടെ ശക്തി കൊണ്ട് അമ്മയ്ക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കൂ. അപ്പോൾ അമ്മയുടെ കൂടെ ഞാനും ആ ക്ഷേത്രത്തിലേക്ക് പോകും. അപ്പോൾ എനിക്ക് ആ ക്ഷേത്രത്തിലുള്ള നിധി എന്താണെന്ന് അറിയാൻ പറ്റും. അർജുൻ അർജുൻ എന്റെ മോനെ, അയ്യോ, മര്യാദയ്ക്ക് ആ മാണിക്യം ഇങ്ങ് എടുക്ക. ഭവാൻ ഇവിടെ ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ആ മാണിക്യം എടുക്കാൻ വേണ്ടി ശ്രമിച്ച അന്ന് രാത്രി ആ ഗുണ്ടകൾക്ക് പറ്റിയതുപോലെ എനിക്കും പറ്റും. അർജുൻ ഇവിടെ എത്തുന്നതിന് മുന്നേ നിന്റെ അമ്മയുടെ ജീവൻ പോകുന്ന എനിക്ക് തോന്നുന്നു. അർജുൻ ഇപ്പൊ എവിടെയാ എങ്ങനെയാ എന്നൊന്നും അറിയില്ല. അവൻ തിരിച്ചു വരുമോന്ന് പോലും അറിയില്ല. നമുക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മോളെ? ആദിത്യ, ചേട്ടത്തിന്റെ കാര്യം ആലോചിക്കുമ്പോൾ വളരെ ദുഃഖമുണ്ട് എനിക്ക്. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ എന്താ ഇങ്ങനെ സംഭവിക്കുന്നു എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചേട്ടത്തിക്ക് ഒന്നും സംഭവിക്കില്ല, അർജുനും ഒന്നും സംഭവിക്കില്ല.
നിങ്ങളാരും വിഷമിക്കാതിരുന്നാൽ മാത്രം മതി. നിങ്ങളൊക്കെ ഇങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് സത്യമായിട്ട് കരച്ചിൽ വരുന്നു. അർജുൻ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നുണ്ടോ ആവോ? ജീവനോടെ ഉണ്ടോന്ന് പോലെ എനിക്കറിയില്ല. ഹര ഹര മഹാദേവ ശംഭോ ശിവ ശങ്കര. 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 ഹര ഹര മഹാദേവ ശംഭോ ശങ്കര. ഹര ഹര മഹാദേവ ശംഭോ ശിവ ശങ്കര. ഹര ഹര മഹാദേവ ശംഭോ ശിവ ശങ്കര. അങ്ങ് ആരാണ്? ഇദ്ദേഹം ശൈവ സന്യാസിയാ. അമ്മയ്ക്ക് സുഖമില്ലാതിരുന്നപ്പോ ഇദ്ദേഹമാ ഹോസ്പിറ്റലിൽ വന്ന് അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായത്. എന്നോട് ക്ഷമിക്കണം സ്വാമി. താങ്കൾ ആരാണെന്നറിയാതെ സംസാരിച്ചു പോയതാ. അങ്ങ് എന്താ വന്നത്? ഈ വീടിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സ്വാമി, ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയല്ലേ സ്വാമി വന്നത്. അപ്പൊ ഞങ്ങളുടെ പ്രശ്നത്തിന് സ്വാമി തന്നെ ഞങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തരണം. ഒരു പ്രശ്നമില്ലാതിരുന്ന അപ്പച്ചിക്ക് അർജുന്റെ അവസ്ഥ എന്താ ഒന്ന് ആലോചിച്ച് ഇപ്പൊ വയ്യാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. എന്റെ അർജുനെ ആ നാഗദേവത എവിടെയോ തടവിലാക്കിയിരിക്കുകയാണ്. അർജുൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോന്ന് അറിയില്ല. സ്വാമി, എന്റെ അർജുൻ എന്താ സംഭവിച്ചത്? അർജുൻ എന്തു പറ്റി? അതോ ജീവനോടെ ഉണ്ടോന്ന് പോലും അറിയില്ല. എന്തെങ്കിലും അറിയെങ്കിൽ പറയൂ സ്വാമി, പറയൂ സ്വാമി. നിന്റെ ഭർത്താവ് ജീവനോടെ തന്നെ ഉണ്ട് മകളെ. എന്റെ അർജുൻ ജീവനോടെ ഉണ്ടോ സ്വാമി? ജീവനോടെ ഉണ്ടോ? എവിടെയാ സ്വാമി എന്റെ അർജുൻ? എവിടെയുള്ളത്? ക്ഷേത്രത്തിലാണോ ഉള്ളത്? പറയൂ സ്വാമി, പറയ. എവിടെയുള്ളതെന്ന് പറയ. ഇപ്പൊ നിന്റെ ഭർത്താവ് ക്ഷേത്രത്തിനകത്തില്ല. ഈ നാടിന്റെ അങ്ങേയറ്റത്ത് കാടിന്റെ അപ്പുറത്തായിട്ട് നാഗക്കോട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ നാഗക്കോട്ടയിലാണ് നിന്റെ ഭർത്താവിനെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. ആ നാഗക്കോട്ടയ്ക്കുള്ളിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട്. ആ സ്ഥലം മുഴുവനും വിഷസർപ്പങ്ങളാണുള്ളത്.
ആ സർപ്പങ്ങൾക്ക് നടുവിലായി നാഗദേവത നിന്റെ ഭർത്താവിനെ തടവിലാക്കി വെച്ചിരിക്കുന്നു. നിന്റെ ഭർത്താവ് ജീവനോട് തന്നെയുണ്ട്. പക്ഷേ അവിടെ നിന്ന് നിന്റെ ഭർത്താവ് ജീവനോടെ തിരിച്ചു വരുന്നതിന് സാധ്യതയില്ല. ശനിയുടെ അപഹാര ദിവസത്തിന്റെ അന്ന് യമകണ്ഠ നേരം വരുമ്പോൾ ആ സമയത്ത് നിന്റെ ഭർത്താവിനെ കൊല്ലുവാൻ വേണ്ടി നാഗദേവത നിശ്ചയിച്ചിരിക്കുന്നു. ശനിയുടെ അപഹാര ദിവസം യമകണ്ഠ സമയം അതെത്തുന്നതിന് മുൻപേ നിനക്ക് നിന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ സാധിച്ചാൽ പിന്നീട് നിന്റെ ഭർത്താവിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് നിനക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നിന്റെ ഭർത്താവിനെ നിനക്ക് തിരിച്ചു കിട്ടില്ല. സ്വാമി, ആ നാഗക്കോട്ട എവിടെയുള്ളത്? ആ നാഗക്കോട്ടയിൽ നിന്ന് എന്റെ അർജുനെ എങ്ങനെ രക്ഷിക്കാം? ആ സ്ഥലം എവിടെയാന്ന് ദയവ് ചെയ്തൊന്ന് പറഞ്ഞതാ സ്വാമി. ഞാൻ തന്നെ പോയി എന്റെ അർജുനെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷിച്ചോളാം സ്വാമി. ആ സ്ഥലത്തേക്ക് പോകാനുള്ള വഴിയൊന്ന് പറഞ്ഞു തരൂ സ്വാമി. ആ നാഗക്കോട്ടയിലേക്ക് ചെന്നെത്തുവാനുള്ള വഴി ആർക്കും അറിയില്ല. കാട്ടിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ നാഗക്കോട്ടയിലേക്ക് പോകാനുള്ള വഴി നിന്റെ മനസ്സ് നിന്നോട് തന്നെ പറഞ്ഞു തരും. നിന്റെ മനസ്സ് പറയുന്ന വഴിയിലൂടെ നീ പൊയ്ക്കൊണ്ടിരുന്നാൽ നിനക്ക് നിശ്ചയമായും നിന്റെ ഭർത്താവ് ഇരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയും. പിന്നൊരു കാര്യം,